ഹലോ, എല്ലാവർക്കും കുടുംബ വിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചിട്ട് അറിയാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനന്യയുടെ അടുത്തേക്ക് സുമിത്ര തൻ്റെ കുഞ്ഞിനെ സ്വരമോളെയും കൂട്ടിയിട്ട് ചെല്ലുകയാണ്. അനന്യയെ കാണുന്ന സ്വരമോളാണെങ്കിൽ അമ്മയോട് കരഞ്ഞുകൊണ്ട്, എന്നെ വേണ്ടല്ലേ അമ്മേ, എന്നെ ഏതെങ്കിലും അനാഥാലയത്തിലാക്കിയിട്ട് അമ്മ പൊയ്ക്കോ, എന്നെ അമ്മയ്ക്കിപ്പോൾ വേണ്ടല്ലേ എന്നൊക്കെ ചോദിച്ച് കരയുന്നുണ്ട്. അനന്യയും മോളെ കണ്ടപ്പോൾ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറെക്കുറെ അനന്യയ്ക്ക് മോളെ കാണുമ്പോൾ മനസ്സുരുകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യമാണ് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്ന കാര്യം കേട്ടോ. നമുക്കെന്തായാലും മുഴുവനായിട്ടുള്ള റിവ്യൂ കേൾക്കാം. അതിക്ക് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് സജഷൻസിലോട്ടൊക്കെ കയറിപ്പോകുന്നതാണ് പറയുന്നത്. അറിയില്ല എത്രത്തോളം സത്യമാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മുടെ ഈ കുഞ്ഞു ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട്. ഒരുപാട് ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കുന്നുമുണ്ട്. അപ്പോൾ എന്നോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത് നേടാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. മാത്രമല്ല നമ്മുടെ ചാനലിൽ പല സീരിയലിൻ്റെയും റിവ്യൂ വരുന്നുണ്ട് ഒരു ദിവസം തന്നെ. നോട്ടിഫിക്കേഷൻ കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് എടുത്ത് നോക്കണേ പ്ലീസ്. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ സുമിത്രയും അനിരുദ്ധിനെയുമാണ് കാണിക്കുന്നത്. അനിരുദ്ധിനോട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം സുമിത്ര പറയുകയാണ്. അതേസമയം തന്നെ സുമിത്രയോട് അനിരുദ്ധ് പറയുകയാണ്, അമ്മ ഇനി മേലാൽ അവിടെ ചെല്ലണ്ട അമ്മ. അവരെല്ലാവരും അമ്മയുടെ മെക്കിട്ട് കയറാനായിട്ട് അവസരം നോക്കി നടക്കുകയാണ്. ഇനിയിപ്പോൾ ഒരിക്കലും അമ്മ അവിടെ ചെന്ന് അവളുടെ മുന്നിൽ തല കുനിക്കേണ്ട ഒരു കാര്യമില്ല. അവൾക്ക് വേണമെങ്കിൽ വരട്ടെ. അവളും അവളുടെ അമ്മയും കൂടെ അമ്മേനെ ആട്ടിപ്പായിച്ചില്ലേ. അപ്പോഴേക്കും സുമിത്ര പറയാണ്, മോനെ നീ അങ്ങനെ പറയരുത്. എനിക്ക് തോന്നിയത് അവൾ എന്നോട് പറയാനുള്ളതെല്ലാം പറഞ്ഞെങ്കിൽ പോലും അവൾക്ക് എൻ്റെ കൂടെ വരാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അനിരുദ്ധ് പറയാണ്, എന്നിട്ട് എന്താ വരാതിരുന്നതെന്ന് ചോദിക്കുക കേട്ടോ. അതേസമയം തന്നെ സുമിത്ര പറയാണ്, അത് അവളുടെ അമ്മ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി അവളെ പൂട്ടിയിട്ടു എന്ന് പറയാണ്. അതേസമയം തന്നെ അനിരുദ്ധ് പറയാണ്, ഇതെല്ലാമേ ഒരു അടവാണ്, അല്ലാതെ പൂട്ടിയിടാനും പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനായിട്ടും അവൾ കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ. അവൾക്ക് വരാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ വന്നേനെ. അമ്മ ഇനി എന്തായാലും അവിടെ പോകണ്ട, അവളോട് വരാൻ പറയുകയും വേണ്ട. സുമിത്ര പറയാണ്, മോനെ എന്തായാലും അമ്മ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവൾ ഇനി വരും എന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അനിരുദ്ധ് ചോദിക്കുകയാണ്, എന്ത് വഴി അമ്മ കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതേസമയം തന്നെ സുമിത്ര പറയാണ്, അതൊക്കെ ഉണ്ട്, അതൊക്കെ പറയാം എന്ന് പറയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശീതള് അച്ചമ്മയുടെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് ശീതള അച്ചമ്മയോട് ചോദിക്കുകയാണ്, അച്ചമ്മയല്ലേ സച്ചിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കുക കേട്ടോ. ഞാനാണോ അവനെ വിളിച്ചു വരുത്തിയത്? ഞാനല്ല വിളിച്ചു വരുത്തിയത്, നിന്നെ കാണാൻ വേണ്ടിയിട്ടേ അവൻ വന്നതാ. പിന്നെ അവൻ വന്നപ്പോൾ രണ്ടുപേരും കൂടെ മുറിയിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, അത് നേര് തന്നെയാണ്. നീ സുമിത്രയെ പേടിച്ചിട്ടല്ലേ അവനോട് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാതിരുന്നത്? അതും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴേക്കും ശീതൾ ചോദിക്കുകയാണ്, ഇത് അമ്മ കണ്ടിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ എന്ന് ചോദിക്കുകയാണ്. അതേസമയം തന്നെ അച്ചമ്മ പറയാണ്, അവൻ നിൻ്റെ ഭർത്താവല്ലേ, അവൻ നിന്നെ കാണുന്നതിന് ഇപ്പം എന്താ കുഴപ്പം? അവന് നിന്നെ കാണണമെങ്കിൽ കാണാം, നിനക്ക് വേണമെങ്കിൽ അവനോട് സംസാരിക്കാം, എന്ത് വേണമെങ്കിലും ആവാലോ. എടീ, എനിക്കറിയാം നിനക്ക് അവൻ്റെ കൂടെ ജീവിക്കണം, അവൻ്റെ കൂടെ പോകണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ നിൻ്റെ അമ്മേനെ പേടിച്ച് മാത്രമല്ലേ നീ ഇതെല്ലാം ഉള്ളിലൊതുക്കി കഴിയുന്നത്. നീ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോടി. നീയേ എന്തായാലും അവൻ്റെ കൂടെ പോയിട്ട് സുഖമായിട്ട് ജീവിച്ചോ, ഇറങ്ങിപ്പോന്ന് പറയാം കേട്ടോ. അതേസമയം തന്നെ ശീതൾ പറയാണ്, സുഖമായിട്ട് ജീവിക്കാനോ, ഞാൻ ഇത്രയും ദിവസം അവിടെ എങ്ങനെ കഴിഞ്ഞെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയാണ്. അതേസമയം തന്നെ അച്ഛമ്മ പറയാണ്, അതേ നിന്നെ കൊള്ളൂലാഞ്ഞിട്ട് നിന്നൊന്ന് തല്ലിക്കഴിഞ്ഞാലേ നീ രണ്ടെണ്ണം തിരിച്ചു കൊടുക്കണം. അപ്പോഴേ വാലാട്ടി പശീനെ പോലെ അവൻ പിന്നാലെ വാലാട്ടിക്കൊണ്ട് വരും. അതേ നിനക്കും മിടുക്കില്ലാത്തതുകൊണ്ടിട്ടാന്ന് പറയാണ്. അപ്പോഴത്തേക്കും ശീതൾ പറയാണ്, ഓ നല്ല ഉപദേശമാണല്ലോ ഉപദേശിക്കുന്നത്. അപ്പോഴത്തേക്കും അച്ഛൻ പറയാണ്, ഞാനൊരു സിനിമയിൽ കണ്ടതാടി, വേണമെങ്കിൽ നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എടി നീ ആദ്യം നിൻ്റെ അമ്മേനോടുള്ള പേടി നിർത്ത്, എന്നിട്ട് നീ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇറങ്ങിപ്പോക്കോടി, ഒരു കുഴപ്പമില്ല. പിന്നെ നിനക്ക് എപ്പോഴെങ്കിലും കാണണം എന്ന് തോന്നുകയാണെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി, സച്ചിനെ ഞാൻ നിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരുത്താമെന്ന് പറയാണ്. അതേസമയം തന്നെ ശീതള പറയാണ്, എൻ്റെ പൊന്നച്ചമ്മേ എന്നെ കൊലക്കി കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ശീതള അങ്ങ് പോവാണ്. അതേസമയം തന്നെ അച്ചമ്മ പറയാണ് കേട്ടോ, പിന്നെ നിന്നെ കൊലക്ക് കൊടുക്കാനിട്ട് നീ ഒന്ന് ഇറങ്ങി പോരുന്നെങ്കിൽ മതിയായിരുന്നു, അതെന്നോട് എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ മനസ്സിൽ പറയാം കേട്ടോ. അടുത്ത സീനിൽ പൂജനെ കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ പൂജ കിടന്നുറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതേസമയം തന്നെ പങ്കജ് പൂജയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, എടോ താൻ വേഗം റെഡിയാകാൻ, നമുക്ക്
മോളിലേക്ക് പോകാമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും പൂജ പറയാണ് ഈ ഒരു സമയത്തോ ഈ രാത്രിയിലോ? അപ്പോഴത്തേക്കും പങ്കജ് പറയാണ് ഈ രാത്രിയിൽ പോയാൽ എന്താ കുഴപ്പം, നമുക്ക് ജീവിതം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറയാണ്. അപ്പോൾ പൂജ പറയണേ അത്രയ്ക്ക് അങ്ങ് എക്സ്പ്ലോർ ഒന്നും ചെയ്യണ്ട, ഇപ്പം എനിക്ക് ഉറങ്ങണം, ഞാൻ ഉറങ്ങാൻ പോകാമെന്ന് പറയാണ്. അതേസമയം തന്നെ പങ്കജ് പറയാണ് എൻ്റെ പൊന്നു പൂജ, തനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ, എനിക്ക് ആഗ്രഹമുണ്ട് തനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തന്നുകൊണ്ടുവന്ന്, എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പൂജ വയ്ക്കുകയാണ് അത് ശരി, അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് താല്പര്യമുണ്ടല്ലേ തനിക്ക്, അപ്പം ഞാൻ എത്രയും വേഗം പോകാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും പങ്കജ് പറയാണ് എടോ പൂജയെ താനേ ജീവിതാവസാനം വരെ ഇവിടെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാം കേട്ടോ. അതേസമയം തന്നെ പൂജ വയ്ക്കുകയാണ് എടോ പങ്കജേ, ഞാൻ എന്നത്തേക്കാ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ താനിപ്പോൾ ഇതും ഇങ്ങനൊരു അടവുമായിട്ട് വന്നത്. അപ്പോഴത്തേക്കും പങ്കജ് പറയാണ് താൻ പെട്ടെന്ന് അങ്ങ് പോവില്ലായിരിക്കും അല്ലേ എന്ന് വയ്ക്കുകയാണ്. അതേസമയം തന്നെ പൂജ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അതേസമയം തന്നെ പങ്കജ് പറയുകയാണ് അല്ലെങ്കിൽ തന്നെ താൻ എന്തിനാ പോകുന്നത്, തൻ്റെ അമ്മയാണെങ്കിൽ ആദ്യ ഭർത്താവിൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു, അവരുടെ മക്കളും എല്ലാവരുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു, താൻ ഇനി അതിൻ്റെ ഇടയിലേക്ക് പോകേണ്ട വല്ല കാര്യമുണ്ടോ, താനൊന്ന് സത്യം പറഞ്ഞേ, ഇപ്പം താൻ തൻ്റെ അമ്മയെ വെറുക്കുന്നില്ലേന്ന് വയ്ക്കുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ പൂജ പറയാണ് ഒരിക്കലുമില്ല പങ്കജെ, ഞാൻ ഒരിക്കലും എൻ്റെ അമ്മേനെ വെറുക്കുന്നില്ല, തനിക്ക് അവിടെ തെറ്റി. അപ്പോൾ പങ്കജൊന്ന് ഞെട്ടുകയാണ് കേട്ടോ. അപ്പോൾ പൂജ പറയാണ് പങ്കജെ, ഞാനിപ്പോൾ ഇവിടെ മാറി താമസിക്കുന്നതിനുള്ള കാരണം അമ്മയോടുള്ള വെറുപ്പല്ല, മറിച്ച് അമ്മയോടുള്ള സ്നേഹം കൊണ്ടിട്ടാണ്. അപ്പോൾ പങ്കജ് ചോദിക്കുകയാണ് അമ്മയോടുള്ള സ്നേഹം കൊണ്ടിട്ടോ, അതെന്താ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ അമ്മ അവിടെ ആരെയും ഒഴിവാക്കാൻ പറ്റാതെ വീർപ്പ് മുട്ടുകയാണ്, എൻ്റെയും മറ്റുള്ളവരുടെ ഇടയിൽ കിടന്ന് അമ്മ വീർപ്പ് മുട്ടുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ. അപ്പം ഞാൻ കുറച്ച് ദിവസം മാറി നിന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെ അവിടെ ഉള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുന്നത് എന്ന് വിചാരിച്ച് ഒരിക്കലും ഞാൻ എൻ്റെ അമ്മേനെ വെറുത്തിട്ടില്ല. മറ്റാരേക്കാളും നന്നായിട്ട് എനിക്ക് എൻ്റെ അമ്മയെ അറിയാം, എനിക്ക് എൻ്റെ അമ്മയെ വേണം. ഇപ്പം എൻ്റെ അമ്മ സമാധാനമായിട്ടൊന്ന് ശ്വസിക്കുന്നെങ്കിലും ഉണ്ടാവും, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് അതുകൂടെ സാധിക്കില്ല, അതുകൊണ്ട് മാത്രമാണ് പങ്കജ് ഞാൻ മാറി താമസിക്കുന്നത്. അപ്പോഴേക്കും പങ്കജ് പറയാണ് താൻ കിടന്ന് ഉരുളൊന്നും വേണ്ട, എനിക്കറിയാം അവർ രക്തബന്ധത്തിലുള്ള എല്ലാവരും ഒന്നായപ്പോൾ താൻ ഔട്ടായി, അത് തന്നെയല്ലേ സത്യം. അങ്ങനെ പൂജയാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ പങ്കജ് ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയോ, എല്ലായിടത്തേക്കാളും സമാധാനവും സന്തോഷം തനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും പൂജ പറയാണ് ഒരിക്കലുമില്ല പങ്കജ്, എന്നോട് ക്ഷമിക്കണം, കാരണം ഇവിടെ എനിക്ക് സന്തോഷം തന്നെയാണ്, പക്ഷേ എൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കുന്ന അത്രയും സന്തോഷം എനിക്ക് എവിടെ നിന്നാലും കിട്ടില്ല, അത് എവിടെയാണെങ്കിലും. അപ്പോൾ പങ്കജ് ചോദിക്കുകയാണ് അപ്പോൾ താനിവിടെ നിൽക്കുന്നത് സന്തോഷത്തിലല്ല എന്നാണോ അതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പൂജ പറയുകയാണ് ഒരിക്കലുമല്ല, ഞാനിവിടെ നിൽക്കുന്നത് സന്തോഷത്തോടു കൂടി തന്നെയാണ്, നിങ്ങളെല്ലാവരും എൻ്റെ ആൾക്കാർ തന്നെയാണ്, ഞാനത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ അമ്മയോടൊപ്പം ഉള്ള അത്രയും സന്തോഷം എനിക്ക് എവിടെ നിന്നാലും കിട്ടില്ല പങ്കജ് എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും പങ്കജ് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ, നിന്നെ ഇവിടുന്ന് വിടാതിരിക്കാനായിട്ടുള്ള പണി ഞാൻ തന്നോളാം എന്നിങ്ങനെ വിചാരിക്കുക കേട്ടോ. അതേസമയം തന്നെ പങ്കജ് പൂജയോട് പറയുകയാണ് എങ്കിൽ ശരി താൻ കിടന്നു, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പങ്കജ് അങ്ങ് പോവാട്ടോ. അടുത്ത സീനിൽ സുമിത്ര ഇങ്ങനെ റെഡിയായിട്ട് വരികയാണ് കേട്ടോ, പുറത്തേക്ക് പോകാനായിട്ടാണ്. അതേസമയം തന്നെ സരസ്വതി അമ്മ ചോദിക്കുന്നുണ്ട് ഇതെന്താ സുമിത്ര റെഡിയായിട്ട് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും സുമിത്ര പറയാം ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും സരസ്വതി അമ്മ പറയാണ് ഇതിപ്പോൾ എപ്പോഴും പുറത്ത് പോക്ക് തന്നെയാണല്ലോ, ഇതെന്താണ് പതിവില്ലാതെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. പൊള്ളിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ സുമിത്രയാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് സൈലൻ്റായിട്ടൊന്ന് ചിരിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ സ്വരമോളെ വിളിക്കുകയാണ്, മോളെ സ്വരെ വാന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിങ്ങനെ ഓടി വരികയാണ്. അപ്പോഴത്തേക്കും സുമിത്ര ചോദിക്കുകയാണ് ഇതിപ്പോൾ എത്ര നേരമായി ഒരുങ്ങുന്നു, ഇതെന്തൊരു ഒരുക്കാണെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും സ്വരമോള് പറയാണ് ഞാൻ ശീതള ആൻറ്റീനോട് പറഞ്ഞതാ എനിക്ക് ഇത്രയും ഒരുങ്ങിയാൽ മതിയെന്ന്, ആൻറ്റി എന്നെ ഒരുപാട് ഒരുക്കിയെന്ന് അറിയാം കേട്ടോ. അതേസമയം തന്നെ ശീതള ചോദിക്കുകയാണ് അമ്മ എന്തായാലും പുറത്തേക്ക് പോവല്ലേ, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സുമിത്ര പറയാണ് വേണ്ട ഇവിടേക്ക് നീ വരണ്ട, ഞാനും സ്വരമോളും മാത്രം പോയാൽ മതി, എന്തായാലും നാളെ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്, അപ്പോൾ എന്തായാലും എല്ലാവരെയും കൂട്ടിയിട്ട് പോവാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സ്വരമോളെയും കൂട്ടിയിട്ട് നമ്മുടെ സുമിത്ര പുറത്തേക്ക് പോവാണ്, വേറെ എങ്ങോട്ടേക്കും അല്ല അനന്യയുടെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങൾ കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേസമയം തന്നെ സരസ്വതിയമ്മ വിചാരിക്കുകയാണ് ഇതിപ്പോൾ എവിടേക്കാണാവോ വിളി പോകുന്നത്, എന്തായാലും എന്തോ രഹസ്യമുണ്ട്, അത് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക കേട്ടോ. അടുത്ത സീനിൽ രഞ്ജിതേനെയും പങ്കജിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ പങ്കജിനോട് രഞ്ജിത ചോദിക്കുകയാണ് അല്ല നമ്മളുടെ സമീപനം കാരണം അവൾ സുമിത്രയുമായിട്ട് കുറച്ചൊന്ന് അകന്നിട്ടുണ്ടല്ലേ എന്ന് പറയാണ്. അതേസമയം തന്നെ പങ്കജ് പറയാണ് ഇതൊക്കെ അമ്മയുടെ തോന്നൽ മാത്രമാണ്, അവൾ ഒരിക്കലും സുമിത്രാൻ്റെയായിട്ട് അകന്നിട്ടൊന്നുമില്ല, അവളിവിടെ മാറി താമസിക്കുന്നതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ അർത്ഥം ഒരിക്കലും സുമിത്രാൻ്റെയായിട്ട് അകന്നതുകൊണ്ട് അവളിവിടെ വന്ന് താമസിക്കുന്നു എന്നുള്ളതല്ല, എനിക്ക് തോന്നുന്നില്ല അവൾ അത്ര പെട്ടെന്ന് സുമിത്രാൻ്റെയായിട്ട് അകലുമെന്ന്. അപ്പോഴത്തേക്കും
രഞ്ജിത പറയാണ് ഇനിയിപ്പം നമ്മുടെ പ്ലാനുകളൊക്കെ പൊളിയാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പങ്കജ് പറയാണ് അങ്ങനെ പ്ലാനൊന്നും പൊളിയൂല, ഒന്നുമില്ലെങ്കിലും അവളിപ്പം നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നൊക്കെ ഇല്ലേ, പഴയതിനേലും മികച്ച സമീപനമാണല്ലോ ഇപ്പം നമ്മളോട് അവൾക്കുള്ളതെന്ന് പറയാണ്. അതേസമയം തന്നെ രഞ്ജിത പറയാണ് അത് ശരിയാണ്, ഞാൻ അവളുടെ അടുത്ത ബന്ധുവാണ് എന്ന് അവൾ അംഗീകരിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് പറയാണ്. അപ്പോഴത്തേക്കും പങ്കജ് പറയാണ് പിന്നെ അംഗീകരിക്കാതെ അമ്മയ്ക്ക് അത്ര വലിയ അഭിനയമല്ലേ അമ്മ കാഴ്ചവെക്കുന്നത്, പിന്നെ അവൾ അത് അംഗീകരിക്കാതെ ഇരിക്കുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും രഞ്ജിത പറയാണ് എങ്ങനെയെങ്കിലും നിൻ്റെ അവളുടെയും കല്യാണം എത്രയും വേഗം നടത്തണം, അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ പൂജ വന്ന് പിന്നിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് പൂജയെ കണ്ടതും രഞ്ജിത സംസാരം നിർത്തുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പൂജ ചോദിക്കുകയാണ് അല്ല ഞാൻ കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ആണോ അമ്മയും മോനും പറഞ്ഞുകൊണ്ടിരുന്നത്, എങ്കിൽ പിന്നെ ഞാൻ മാറി നിൽക്കാമെന്ന് പറയാണ്. അതേസമയം തന്നെ രഞ്ജിത പറയാണ് മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ പറയാനോ, ഇത് നിൻ്റെ വീടല്ലേ, അപ്പം നിനക്ക് എവിടെ വേണമെങ്കിലും വരാം, ഇത് നിൻ്റെയും കൂടി വീടാ, നീ അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നോ കേട്ടോ, ഇവിടെ നിന്ന് ആരും മോളെ മാറ്റി നിർത്താനായിട്ട് പറയില്ല, മോൾ ഞങ്ങളുടെ അല്ലേ എന്നൊക്കെ ചോദിച്ച് സോപ്പിടാണ് കേട്ടോ. അപ്പോൾ പൂജയാണെങ്കിലും അതിൽ വീഴുകയാണ്. അപ്പോൾ അവരിങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പൂജ ഈ ഒരു വാക്കിൽ വീണിട്ടുണ്ട് എന്നുള്ളത് പങ്കജനും അതുപോലെ തന്നെ രഞ്ജിതയ്ക്കും മനസ്സിലാവുകയും ചെയ്യാം കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് സുമിത്രേനെയും സ്വരമോളെയാണ് കേട്ടോ. അപ്പോൾ സുമിത്ര സ്വരമോളും ആയിട്ട് അനന്യയുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. അതിനുശേഷം ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്വരമോളോട് സുമിത്ര പറയുകയാണ് അച്ഛമ്മ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതുപോലെയൊക്കെ പറയണം കേട്ടോ, ഒരു തവണ നിൻ്റെ അമ്മൂമ്മയുടെ മുന്നിൽ അച്ഛമ്മ തോറ്റതാണ്, ഇനി തോപ്പിക്കരുതെന്ന് പറയാം കേട്ടോ, ഇവിടുന്ന് പോകുമ്പോൾ അമ്മേനെയും കൂട്ടിയിട്ട് വേണം പോകാമെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് സ്വരമോള് പറയാണ് അത് ഉറപ്പല്ലേ, ഉറപ്പായിട്ടും അമ്മേനെയും കൂട്ടിയിട്ട് തന്നെ പോകാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ സുമിത്ര ചെന്ന് കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. അപ്പോൾ വാതിൽ തുറന്നത് പ്രേമയാണ്. സ്വരമോളെയും സുമിത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ പുച്ഛഭാവത്തിൽ പ്രേമ ഇങ്ങനെ നിൽക്കുകയാണ്. നീ തിരിച്ചു വന്നോ, ഇപ്പോൾ കൂട്ടത്തിൽ കൊച്ചും ഉണ്ടല്ലോ, എന്താ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും കൊച്ചു പറയാണ് എനിക്ക് എൻ്റെ മമ്മിയെ കാണണം എന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേക്കും പ്രേമ പറയാണ് നിൻ്റെ മമ്മിയൊന്നും ഇവിടെ ഒന്നുമില്ല, പിന്നെ നീ നിൻ്റെ മമ്മിയൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ ഡാഡിയുടെ കൂടെ ഇറങ്ങിപ്പോയതാണല്ലോ, ഇപ്പം എന്താ പെട്ടെന്ന് മമ്മിയോടൊരു സ്നേഹം, നീ നിൻ്റെ മമ്മീനെ കാണുമെന്നും വേണ്ടാന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേക്കും കുഞ്ഞു പറയാണ് എനിക്ക് എന്തായാലും എൻ്റെ മമ്മീനെ കാണണം, കൈ മാറ്റുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞ് കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വാതിലിൽ ഇങ്ങനെ കൈ പിടിച്ചിരിക്കുകയാണ് പ്രേമ. അപ്പോൾ നിൻ്റെ മമ്മിയൊന്നും ഇവിടെ ഇല്ല, നിന്നെ കാണിക്കാനും സമ്മതിക്കില്ല, പോയേന്ന് പറയാം കേട്ടോ പ്രേമ. അങ്ങനെ സ്വരമോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രേമയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് നേരെ ഓടി അനന്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അനന്യ കുഞ്ഞിനെ കണ്ടതും ഭയങ്കരമായിട്ട് അനന്യയ്ക്ക് സന്തോഷം വരികയാണ്, അതോടൊപ്പം തന്നെ കരച്ചിലും വരികയാണ്. വേഗം തന്നെ കുഞ്ഞും കരയാണ്. മമ്മിയോട് എന്നോട് പറഞ്ഞതല്ലേ 2 ദിവസത്തിനുള്ളിൽ മമ്മി വരാമെന്ന്, എന്നിട്ട് എന്താ വരാഞ്ഞ്, ഞാൻ എത്ര ദിവസമായി കാത്തിരിക്കുന്നു, മമ്മി എപ്പോഴും പറയാറുണ്ടല്ലോ എന്നെ കാണാണ്ട് മമ്മിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല എന്ന്, ഇതൊക്കെ നുണയായിരുന്നു അല്ലേ, മമ്മി എന്നെ കാണാൻ വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും സ്വരമോളോട് മമ്മി പറയാണ് മോളെ കാണാനായിട്ട് അമ്മ വരാതിരുന്നത് ഡാഡിയോടുള്ള ദേഷ്യത്തിലാണെന്ന് പറയാണ്. അപ്പോഴത്തേക്കും സ്വരമോള് പറയാണ് മമ്മി എങ്ങനെയെങ്കിലും ഡാഡിയോടുള്ള ദേഷ്യം കളഞ്ഞേക്ക്, എനിക്ക് എൻ്റെ മമ്മിയും വേണം ഡാഡിയും വേണം എന്ന് പറയാം കേട്ടോ. അപ്പോൾ കുഞ്ഞു പറയാണ് കുറച്ച് ദിവസമെങ്കിലും മമ്മി എൻ്റെ കൂടെ നിൽക്ക്, എന്നിട്ട് എന്നെ ഏതെങ്കിലും അനാഥാലയത്തിലാക്കിക്കോ, എന്നിട്ട് മമ്മിയും ഡാഡിയും കൂടെ പോയിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോഴത്തേക്കും ഇതൊക്കെ കേട്ടിട്ട് അനന്യയ്ക്ക് ചങ്ക് തകരണ വേദനയാണ്. അനന്യ അങ്ങ് കരയാൻ തുടങ്ങി, സ്വരമോളും കരയാൻ തുടങ്ങി. അവസാനം കുഞ്ഞിൻ്റെ വാക്കിൽ അനന്യ വീണ അവസ്ഥയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അടുത്ത സീനിൽ പ്രേമേനെയും സുമിത്രേനെയും കാണിക്കുകയാണ്. അപ്പോൾ സുമിത്രയോട് പ്രേമ ചോദിക്കുകയാണ് ഇന്ന് വന്നത് കുഞ്ഞിനെയും കൊണ്ടാണല്ലോ, കുഞ്ഞിനെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നതായിരിക്കും എന്ന് പറയാണ്. അപ്പോഴത്തേക്കും സുമിത്ര ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പ്രേമ പറയാണ് ഒരിക്കലും നീ എന്തൊക്കെ കടന്ന് കാണിച്ചാലും കുഞ്ഞിനെ കൊണ്ടുവന്നാലും അനന്യ ഒരിക്കലും നിൻ്റെ കൂടെ വരാൻ പോകുന്നില്ല. അപ്പോഴേക്കും സുമിത്ര പറയാണ് നമുക്ക് കാണാമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും പ്രേമ പറയാണ് കാണാൻ എന്തിരിക്കുന്നു, ഒന്നും കാണാനില്ല, അവൾക്ക് ഇപ്പോഴേ ശരി എന്താണ് തെറ്റെന്താണെന്നുള്ളത് നന്നായിട്ട് അറിയാം, പിന്നെ നിൻ്റെ മകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കിടക്കുന്നത് കൊണ്ട് തന്നെ അവൾ ഒരിക്കലും വരാൻ പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും സുമിത്ര പറയാണ് ഒരിക്കലും എൻ്റെ മകൻ പറഞ്ഞ കാര്യങ്ങളല്ല അവളുടെ മനസ്സിലിപ്പോൾ കിടക്കുന്നത്, നിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾ കുത്തിയറച്ചിരിക്കുന്ന വിഷം മാത്രമാണ് ഇപ്പോൾ അവളുടെ മനസ്സിലുള്ളത്, എന്തായാലും അതെല്ലാം മാറും, അവൾ എൻ്റെ കൂടെ വരിക തന്നെ ചെയ്യും എന്ന് സുമിത്രയും പറയാട്ടോ. അപ്പോഴേക്കും പ്രേമയോട് സുമിത്ര പറയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ മകളോട് ഒരു സ്നേഹവും ഇല്ലേ, അവളുടെ ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെ ഒപ്പം ജീവിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മകളെ പിടിച്ചു വെക്കുന്നത്, നിങ്ങളുടെ മകളോട് സ്വാർത്ഥതയാണ് മുന്നിട്ട് നിൽക്കുന്നത്, അല്ലാതെ അവളോട് സ്നേഹമല്ല. അപ്പോഴത്തേക്കും പ്രേമ പറയാണ് എന്തൊക്കെ തന്നെയാണെങ്കിലും ഇനി ഒരിക്കലും അവൾ അനിരുദ്ധൻ്റെ അടുത്തേക്ക് തിരിച്ചു വരില്ല, അവൾ വെളിയിലേക്ക് പോയിട്ട് അവിടെ ജോലി നോക്കിയിട്ട് നല്ല ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് അവളെ കെട്ടിക്കും, അവൾ അവൻ്റെ കൂടെ സമാധാനമായിട്ട് ജീവിക്കും, എന്തായാലും അവൻ്റെ കൂടെ വരാൻ പോകുന്നില്ല, ഈ കൊച്ചി ഇങ്ങനെ തലതല്ലി കരയുന്നത് മാത്രമേ ബാക്കിയായിട്ടുണ്ടാവുള്ളൂ എന്ന് പറയാണ്. അതേസമയം തന്നെ സുമിത്ര പറയാണ് ഒരിക്കലും നിങ്ങളുടെ പോലത്തെ അമ്മയല്ല അവൾ, അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം കേട്ടോ.
അപ്പോഴേക്കും സുമിത്ര പറയാണ് എന്തായാലും അവളുടെ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് അവളിപ്പോൾ ഞങ്ങളുടെ കൂടെ ഇറങ്ങി വരും, അത് ഉറപ്പാണെന്ന് പറയാണ്. അപ്പോഴത്തേക്കും പ്രേമ പറയാണ് ചുമ്മാ ഓരോന്നൊക്കെ ഇരുന്ന് പറയില്ല സുമിത്രയെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ആരാ കാര്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതെന്നുള്ളത് ഇപ്പം തന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് സുമിത്രയും പ്രേമയും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി എപ്പിസോഡാണ് വരുന്നത് കേട്ടോ. അപ്പോൾ മിസ് ചെയ്യാതെ കാണുക.